ഹോളണ്ട് മാതൃകയിൽ നിർമ്മിച്ചെടുത്ത കുട്ടനാട്ടിലെ ഒരു കാർഷിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് കിഴക്കിന്റെ ഹോളണ്ട് എന്നും വിളിപ്പേരുണ്ട്. അപ്പൊ ഈ ആർക്കുളത്തിന്റെ പ്രത്യേകം നമ്മൾ നോക്കും, നമ്മൾ സഞ്ചരിക്കുന്ന ഈ ജലാശയവും ജലവാഹനവും നിലകൊള്ളുന്നത് നമ്മൾ തൊട്ടപ്പുറം കാണുന്ന കരപ്രദേശം മുകളിലാണോ താഴെയാണോ നിങ്ങൾ നോക്കിക്കുക. നിങ്ങൾ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ളവരാണ്. സാധാരണ വെള്ളം ജലാശയം എവിടെ ആയിരിക്കും സാധാരണ കാണപ്പെടുന്നത്? ജലാശയം താഴെ കരഭൂമി വീഴുന്നതായിരിക്കും അല്ലെ നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ. ഇത് നോക്കൂ, ജലാശയം മേളിലും കരഭൂമി താഴെയുമില്ലേ? അത് തന്നെ ഇപ്പൊ ഈ രീതിയിലുള്ള ഒരു കാഴ്ച നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ യൂറോപ്പിലുള്ള ഹോളണ്ടിലെ ആംസ്റ്റർഡാമിൽ പോകണം. നമ്മൾ ജലഗതാഗത വകുപ്പിന് വെറും 400-600 രൂപയ്ക്ക് യാത്ര ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഭാഗ്യമല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു. ഇതിന് കാരണം വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ കാർഷിക നിലങ്ങളെല്ലാം നിർമ്മിച്ചെടുത്തത് വേമ്പനാട്ട് കായലിൽ അടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ജലഭൂമി താഴെ ജലാശയം മേളിൽ വരും. അത്രയേ ഉള്ളൂ കാര്യം. വേറെ അതിൻ്റെ അകത്ത് സിമ്പിൾ ആയിട്ട് കാര്യം അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഈ രീതിയിൽ പറയാന്ന് വെച്ചാൽ നമ്മൾക്ക് യൂറോപ്പിലെ ഹോളണ്ടിലാണ് ഈ രീതിയിൽ കാർഷിക ഭൂമി ഉള്ളത്. അറബിക്കടലിൽ നിന്ന് താഴെ ഏകദേശം 1 മുതൽ 2 മീറ്റർ വരെ താഴെ കൃഷി ചെയ്യുന്നുണ്ട്. പ്രത്യേകതയാണ് നമ്മുടെ കുട്ടനാട്ടിലുള്ളത്. അങ്ങനെ കുട്ടനാട്ടിലെ ആർക്കോക്ക്, ചിത്തിര, റാണി, മാർത്താണ്ഡ തുടങ്ങിയ കാർഷിക മേഖലയുടെ നടുവിലാണ് നമ്മളിനി യാത്ര ചെയ്യാൻ പോകുന്നത്. ആർക്കോക്ക് കണ്ടു നോക്കിക്കേ, നിങ്ങളുടെ കാഴ്ചയിൽ എന്തെങ്കിലും വ്യത്യസ്തമായ കാഴ്ചകൾ കാണുന്നുണ്ടോ?